ചേർത്തല നഗരസഭ കേരളോത്സവത്തിന് സമാപനം. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്. ചേർത്തല നഗരസഭ കേരളോത്സവം സമാപിച്ചു. മുനിസിപ്പൽ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. കൗൺസിലർമാർ, ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ഘോഷയാത്ര നഗരം ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ശുചിത്വ അംബാസിഡർ ബിജു മല്ലാരി ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ കലാകാരന്മാരും കേരളോത്സവത്തിലൂടെ വന്ന കലാകാരന്മാരാണ്. ഇപ്പോഴും നമ്മൾ അത് തുടർന്നു പോകുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ട് ഗവൺമെൻറ്റിന് വലിയ ബാധ്യതകളൊക്കെ ഉള്ള സമയത്ത് പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം, അതൊരു വളരെ അഭിനന്ദനാർഹവും നമുക്ക് ഒരു നന്ദി പറയേണ്ട ഒരു കടപ്പാടിൻ്റെ ഒരു കാര്യം കൂടാണ്. കാരണം കലയെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കനാൽ ഫെസ്റ്റ് മുനിസിപ്പാലിറ്റി അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നു. അതിലൂടെ കുറേ കലാകാരന്മാർക്ക് പ്രോഗ്രാമും അതുപോലെ കലയെ പ്രോത്സാഹിപ്പിക്കും. ഒരു സൈഡിൽ കലയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു സൈഡിൽ നമ്മളുടെ ആ ഒരു നമ്മളുടെ സംസ്കാരത്തെ ഉയർത്തി കാണിക്കുന്നു. ചേർത്തലയുടെ അഭിമാനമായിട്ട് ആ കനാൽ ഫെസ്റ്റ് വരുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ നമ്മളുടെ ശുചിത്വ മിഷനുമായിട്ടുള്ള നമ്മളുടെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ എല്ലാത്തിനും ചേർത്തല മുനിസിപ്പാലിറ്റി ഒരു പടി മറ്റുള്ള മുനിസിപ്പാലിറ്റിയേക്കാൾ മുന്നിലാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിനുള്ള സന്തോഷവും ഞാൻ അറിയിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ ടി.എസ്. അജയകുമാർ സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ ഫലപ്രഖ്യാപനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, ജി രഞ്ജിത്ത്, മാധുരി സാബു, എ സാബു, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ, ആശാ മുകേഷ്, എ അജി, ഷീജ സന്തോഷ്, ലിസി ടോമി തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ സുജിത്ത് നന്ദി പറഞ്ഞു. ബിൻ മീഡിയ, ചേർത്തല.